രാജ്യത്തെ പിടിച്ചു കുലുക്കിയ യുവജന പ്രക്ഷോഭം, കേന്ദ്രമന്ത്രിയുടെ കസേര തെറിപ്പിച്ച പാറ്റാ വിപ്ലവം. ഇന്ന് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിൽ ചർച്ച നടക്കുകയാണ്. എവിടെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി? ഇന്നത്തെ പ്രൈം സ്റ്റോറി, പാർലമെന്റിൽ വരാത്ത പ്രധാനമന്ത്രി. രാഷ്ട്രീയത്തിനപ്പുറം രാജ്യത്തിന്റെ ശബ്ദമാണ് ജന്തർ മന്ദറിൽ ഉയർന്നത്. മറ്റൊരു വഴിയുമില്ലാതെ വിദ്യാഭ്യാസ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. രാജ്യത്തോട് പ്രധാനമന്ത്രി നൽകിയ ഉറപ്പുകളിൽ ഏറ്റവും വലുതാണ് ചോദ്യപേപ്പർ ചോർച്ച തടയൽ നിയമം. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുന്ന നിയമത്തെക്കുറിച്ച് ആദ്യം രാജ്യത്തോട് പറഞ്ഞത് നരേന്ദ്രമോദിയാണ്. പുലർച്ചെ പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ. फ्रेंड्स, विद्यार्थियों के भविष्य के लिए भारत सरकार लगातार अनेकविध कदम उठा रही है. जिन लोगों ने विद्यार्थियों के भविष्य के साथ खिलवाड़ किया वे जेलों में सड़ रहे हैं. विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन नीलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है, जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा और जल्द से जल्द आने वाली परीक्षाओं की विश्वसनीयता को सुनिश्चित करने का काम इसके रिपोर्ट के आधार पर कर दिया जाएगा. ഈ കണ്ട വീഡിയോ കോടിക്കണക്കിന് മനുഷ്യരാണ് കണ്ടതും കേട്ടതും. BJP പറയുന്നത് പോലെ റെക്കോർഡ് വ്യൂസ് ആണ്. നല്ല കാര്യം. ആ നിയമം ഇന്നാണ് പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നത്. എവിടെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി? എവിടെയാണ് നരേന്ദ്രമോദി? Important bill, piece of legislation has brought to address the concern of the students of this country and youth of this country. Such an important bill, Honorable Prime Minister is not there, Home Minister is not there. Sir, before starting the bill, we need a clarification from the government. യുവാക്കളുടെ ഭാവി സുരക്ഷിതമാക്കുമെന്ന് പറയുന്ന നരേന്ദ്രമോദിക്ക് എന്തുകൊണ്ടാണ് ഈ വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്തത്? ആരെ ഭയന്നാണ് നിയമനിർമ്മാണ സഭയിൽ നിന്ന് ഒളിച്ചോടുന്നത്? വർഷകാല സമ്മേളനം തുടങ്ങിയ ശേഷം എത്ര ദിവസം നരേന്ദ്രമോദി പാർലമെന്റിൽ വന്നു? ലോക്സഭയിൽ ഒരു ദിവസം, രാജ്യസഭയിൽ ഒരു ദിവസം. രാജ്യം അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകില്ലേ? കേന്ദ്രം എന്ത് ചെയ്തു, എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന്? അതോ ഇൻസ്റ്റഗ്രാമിലെ ലേറ്റ് നൈറ്റ് വീഡിയോസിലൂടെ മാത്രമേ ഇനി മൻ കി ബാത്ത് ഉള്ളൂ?